ഈ പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എടുത്താൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കണ്ടിന്യൂസ് ഫംഗ്ഷനുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന നമ്മൾ ആദ്യം ചെയ്തത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ പോസിബിൾ ആണ്. ഈ എഫ് ഓഫ് എക്സും ഈ പറഞ്ഞ സ്റ്റെപ്പ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മോഡുലസ് വളരെ ചെറുത്, അതായത് എപ്സിലോണിനേക്കാൾ ചെറുതാക്കാം. അത്തരത്തിലൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ പോസിബിൾ ആണ്, അങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്തത് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെലുമായിട്ട് വളരെ ക്ലോസ് ആയിക്കൊണ്ട് നമുക്കൊരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടറി എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് വളരെ ക്ലോസ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം ഒരു പോളിനോമിയൽ വെച്ച്. അത് സ്റ്റേറ്റ് ചെയ്യുന്ന രണ്ട് തിയറംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം, രണ്ടാമത്തെ ബേൺസ്റ്റൈൻസ് അപ്രോക്സിമേഷൻ തിയറം. ഈ രണ്ട് തിയറത്തിൻ്റെയും പ്രൂഫ് തൽക്കാലം നമ്മുടെ സിലബസിലില്ല. അപ്പോൾ ഇതിൻ്റെ അവസാനം, ഈ വീഡിയോയുടെ അവസാനം നമ്മൾ രണ്ട് തിയറംസും സ്റ്റേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സും ഒരു പോളിനോമിയലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എപ്സിലോണിനേക്കാൾ ചെറുതാക്കാം എന്നുള്ള തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ആ പോളിനോമിയൽ അല്ലെങ്കിൽ ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ എന്താണെന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ പോളിനോമിയൽ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ പോളിനോമിയൽ എന്താണെന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, നോക്കാം. ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ, ഇതാണ് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ. Given a function which is defined on closed interval 0, 1, Bernstein's polynomial is defined by a pattern. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. Bn of x is equal to, so that depending on n എന്ന് പറയാം. So b1 of x എന്ന് പറഞ്ഞ പോളിനോമിയൽ, b2 of x എന്ന് പറയുന്ന പോളിനോമിയൽ. അപ്പോൾ കുറേ അധികം പോളിനോമിയൽസ് പോസിബിൾ ആണ് എന്ന് തന്നെ അവിടെ ക്ലിയർ ആവും. സോ b1 of x, b2 of x, b3 of x ഇങ്ങനെ പല പോളിനോമിയൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. And Bn of x is defined as summation. അപ്പോൾ കുറേ ടേംസിന് സം ആണ്. f of k by n. So k varies from 0 to n. So k 0 ആവുന്ന ഒരു ടേം, k 1 ആവുന്ന ടേം, k 2 ആവുന്ന ടേം. സോ b1 ആണെങ്കിൽ ആകെ k 0 ആവുന്നതും k 1 ആവുന്ന രണ്ട് ടേംസിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. സോ എഫ് ഓഫ് കെ ബൈ എൻ. സോ ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാവും, ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഓരോ ഫംഗ്ഷനെയും ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. സോ എഫ് ഓഫ് കെ ബൈ എൻ into nck. nck എന്ന് പറഞ്ഞാൽ n factorial divided by k factorial into n minus k factorial x raised to k into 1 minus x all raised to n minus k. ഞാൻ പറഞ്ഞ ഇതിലെ മെയിൻ പ്രോബ്ലം, if f of x is equal to x square, x belongs to closed interval 0, 1. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 0 to 1 എന്ന് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആയിരിക്കും f of x. Calculate the first 3 Bernstein's polynomials for f. അപ്പോൾ ആദ്യത്തെ 3 Bernstein's polynomial വേണം. And also show that Bn of x, അപ്പോൾ ജനറൽ ആയിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും, 1 minus 1 by n into x square plus 1 by n x ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യും കൂടെ വേണം. സോ ആദ്യം നമുക്ക് ആ ബെർൺസ്റ്റൈൻ പോളിനോമിയലിൻ്റെ ഫോർമുല നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് b1 of x ഉം b2 of x ഉം b3 of x ഉം ആണ്. സോ b1 of x is equal to n 1 ആവുന്നു. സിഗ്മ k is equal to 0 to 1 f of k by 1 1ck x raised to k and 1 minus x all raised to 1 minus k. ഇനി k varies from, ഇവിടെ k മാത്രമേ ഉള്ളൂ, k varies from 0 to 1 ആണ്. അപ്പോൾ kക്ക് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, 0 ആവുന്നുണ്ടാവും 1 ആവുന്നുണ്ടാവും. Now what is f of k? f of k is k square. f of x is x square, so k square. അപ്പോൾ രണ്ട് ടേം ആണ്. ഒന്ന് kയുടെ വാല്യൂ 0 ആവുന്ന ടേം വരും, kയുടെ വാല്യൂ 1 ആവുന്ന ടേം വരും. കെയുടെ വാല്യൂ 0 ആവുന്ന ടേം വരുമ്പോൾ എഫ് ഓഫ് കെ, ആദ്യം നമ്മൾ എഫ് ഓഫ് കെയുടെ വാല്യൂ 0 ആകുമ്പോൾ എഫ് ഓഫ് 0. സോ എഫ് ഓഫ് 0 ഇസ് 0 സ്ക്വയർ. അപ്പോൾ ആ ടേം 0 ആയി, അപ്പോൾ അത് 0. 1 ആവുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 1. എഫ് ഓഫ് 1 മീൻസ് 1 square, that is 1. And 1c1. 1c1 is 1 again. X raised to 1. 1 minus x the all raised to 0. So 1c1 1 ആയി, ഇത് 1 ആയി, 1 minus x the all raised to 0 1 ആയി. So ആകെ വരാവുന്നത് x ആണ്. So b1 of x is x. ഇനി b2 of x എടുത്താൽ
Formula prakaram sigma k is equal to 0 to 2 f of k by 2 2ck x raised to k and 1 minus x the all raised to 2 minus k. So ഇവിടെ kയുടെ വാല്യൂ 0 to 2. അപ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 3 ടേംസ് വരും. ഏതൊക്കെയാണ് 3 ടേംസ്? ഒന്ന് 0 ആവുന്ന ടേം. സോ അഗെയിൻ കെയുടെ വാല്യൂ 0 ആകുമ്പോൾ എഫ് ഓഫ് 0 വരും. എഫ് ഓഫ് 0 is 0. സോ ആ ടേം 0യേ വരുള്ളൂ. ആൻഡ് കെയുടെ വാല്യൂ 1 ആവുന്ന ടേം, കെയുടെ വാല്യൂ 2 ആവുന്ന ടേം. ഇനി കെയുടെ വാല്യൂ 1 ആവുന്ന ടേം വരുമ്പോൾ എഫ് ഓഫ് 1/2. എഫ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ, ദാറ്റ് ഈസ് 1/4. കെയുടെ വാല്യൂ 1 ആവുന്ന ടേമിൽ 2c1. 2c1ൻ്റെ വാല്യൂ ഇസ് 2. nc1 is n. അല്ലെങ്കിൽ 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 minus 1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, that is 2. ഇൻറ്റു x raised to 1. 1 minus x the all raised to 1. ഇതാണ് കെയുടെ വാല്യൂ 1 ആവുന്ന ടൈം. Now കെയുടെ വാല്യൂ 2 ആയാൽ ഇത് 2/2 1 ആയി. സോ എഫ് ഓഫ് 1 is 1. സോ 1 ഇൻറ്റു കെയുടെ വാല്യൂ 2 ആയാൽ 2c2. 2c2 is 1 ഇൻറ്റു x raised to 2. 1 minus x the all raised to 0. സോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 കട്ട് ചെയ്ത് പോയി. ആൻഡ് ഇവിടെ x ഇൻറ്റു 1 minus x ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇവിടെയാണെങ്കിൽ എക്സ് സ്ക്വയർ വരും. ഇറ്റ്സ് ഓൺലി എക്സ് സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് വരും, മൈനസ് എക്സ് സ്ക്വയറും. സോ എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഈ 2ഉം കൂടി ഇങ്ങോട്ട് വരും. സോ 2x സ്ക്വയർ ബൈ 2 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2. b2 of x നമുക്ക് ആ ജനറൽ ഫോർമുലയിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയാണോ എന്ന് നോക്കാൻ. b2 of x is equal to 1 minus 1/2, that is 1/2 x square. Okay, 1/2 x square plus again n ന്റെ വാല്യൂ 2 1/2 x. കറക്റ്റ് ആണ്. നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ 1/2 x square plus 1/2 x എന്ന് എഴുതാം. n ന്റെ വാല്യൂ 1 ആവുന്ന സമയത്തും ശരിയായിരിക്കും. n 1 ആകുമ്പോൾ ഈ പോർഷൻ 0 ആയി. സോ x അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കുന്നത് b3 of x. Sigma k is equal to 0 to 3 f of k by 3 3ck x raised to k 1 minus x the all raised to 3 minus k. So k യുടെ പോസിബിലിറ്റി 0 ആവും, 1 ആവാം, 2 ആവാം, 3 ആവാം. 4 ടേംസ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്കറിയാം ഇത് എഫ് ഓഫ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുന്നേയില്ല. ഓക്കെ, അടുത്ത 1 ആവുന്ന ടേമാണ്. സോ ദിസ് ഇസ് എഫ് ഓഫ് 1/3 എന്ന് വരും. എഫ് ഓഫ് 1/3 ഇസ് 1/9. പിന്നെ ഉള്ളത് 3c1. 3c1, 3c2, 3c3 അത് നമുക്ക് ആവശ്യം വരും. സോ 3c1ൻ്റെ വാല്യൂ ഇസ് 3, 3c2ൻ്റെ വാല്യൂ ഇസ് 3, 3c3യുടെ വാല്യൂ ഇസ് 1 and 3c0യുടെ വാല്യൂ ഇസ് 1. അതാണ് 1 3 3 3 ആണ്. അല്ലെങ്കിൽ 3c1ൻ്റെ വാല്യൂവും 3c2ൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. NC6ഉം n-6ഉം രണ്ടും വാല്യൂസ് സെയിം ആണ്. ഇനി അല്ല ഫാക്ടോറിയലൊക്കെ വെച്ചിട്ടാണെങ്കിൽ 3c1 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 minus 1, ദാറ്റ് ഇസ് 2 ഫാക്ടോറിയൽ. കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ 3 എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ആദ്യമേ എഴുതി വെച്ചോന്നേ ഉള്ളൂ. സോ 1/9. So 3c1, that is 3, x raised to 1, 1 minus x the square. k 1 ആവുന്ന ടൈമാണ്. പ്ലസ് ഇനി നമുക്ക് വേണ്ടത് k 2 ആവുന്ന ടൈമാണ്. k 2 ആവുന്ന ടേം f of 2/3. സോ f of 2/3 എന്ന് വരും. 2/3 f of x is x square. സോ 4/9 വരും. ഇൻറ്റു നമ്മുടെ 3c2 3 ആയി ഇൻറ്റു എക്സ് സ്ക്വയർ 1 minus x the all raised to 3 minus 2, that is 1.
പ്ലസ് ഇനി 3 ആവുന്ന ടേം എഫ് ഓഫ് 3/3, അതായത് എഫ് ഓഫ് 1 is 1 ഇൻറ്റു 3c3, എഗെയിൻ അതും 1 ആണ്, എക്സ് റേസ് ടു 3 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 0. ഇത്രയാണത് വരെ. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 അവിടെ കട്ട് ചെയ്ത് പോകും. സോ 1/3 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ, സോ 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ വരും. അതാണ് രണ്ടാമത്തെ ടേം. പ്ലസ് ഇവിടെ 3 കട്ട് ചെയ്യും. സോ 4/3 എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ്, സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് വരും. പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 0, അത് 1 ആയി. സോ ഇവിടെ ഏതും കൂടെ വരും, എക്സ് ക്യൂബും കൂടെ വരും. ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് 1/3 ഇൻറ്റു എക്സ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 4/3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ്. സോ ഇവിടെ മാക്സിമം വരാവുന്ന എക്സ് ക്യൂബിൻ്റെ ടേമാണ്. എക്സ് ക്യൂബിൻ്റെ ടേം ഏതൊക്കെ വരും നോക്കുക. ഇവിടെ ഒരു 1 ലാസ്റ്റത്തെ ടേമിൽ, ഇവിടെ മൈനസ് 4/3, ഇവിടെ ഒരു 1/3. ഇത്രയും വരും എക്സ് ക്യൂബിൻ്റെ ടേം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 താഴെ വരും. ആൻഡ് 3 മൈനസ് 4 പ്ലസ് 1, സോ ന്യൂമറേറ്റർ 0. അപ്പോൾ ഈ ഒരു ടേം ഇല്ല, അത് കംപ്ലീറ്റ് 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ടേം എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഏതൊക്കെ എക്സ് സ്ക്വയർ വരുന്ന ടേംസ് വരുന്നത്, ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, 4/3 എക്സ് സ്ക്വയർ ഉണ്ട് രണ്ടാമത്തേൽ. ആൻഡ് ഇവിടെ മൈനസ് 2/3, സോ അവിടെ ഉണ്ട്. പ്ലസ് ഇനി എക്സ് വരുന്ന ടേം അതും കൂടി അല്ലേ ഉള്ളൂ. എക്സ് ഇവിടെ ഒന്നുമില്ല, ഇതിലേ ഉള്ളൂ. സോ 1/3x. സോ ദിസ് ടേം ഇസ് 0. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 4/3 മൈനസ് 2/3, ദാറ്റ് ഇസ് 2/3. സോ 2/3 എക്സ് സ്ക്വയർ പ്ലസ് 1/3x. നമുക്കത് ശരിയാണോ കിട്ടിയെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ആ ജനറലിനി പ്രൂവ് ചെയ്യാനുണ്ട്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 മൈനസ് 1/n ഇൻറ്റു എക്സ് സ്ക്വയർ, സോ എന്നിൻ്റെ വാല്യൂ 3 ആവുന്നതല്ലേ. സോ 1 മൈനസ് 1/3, 1 മൈനസ് 1/3 is 2/3. സോ 2/3 എക്സ് സ്ക്വയർ പ്ലസ് 1/3x കറക്റ്റാണ്. നമുക്ക് ജനറൽ bn ഓഫ് എക്സിലോട്ട് നോക്കാം. ഓക്കെ, bn ഓഫ് എക്സിലോട്ട് പോയാൽ k varies ഫ്രം 0 to n ആണ്. അപ്പോൾ നമുക്കൊരു ജനറൽ കേസാണ് വേണ്ടത്. പക്ഷേ ഇവിടെ bn ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ എല്ലാ ഫംഗ്ഷനും അതാണെന്ന് ചിന്തിക്കരുത്. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഉള്ള bn ഓഫ് എക്സ് ആണ്. ബെർൺസ്റ്റൈൻസ് പോളിനോമിയലിൻ്റെ ജനറൽ പാറ്റേൺ ആണ്. ശരി, അപ്പോൾ ഇവിടെ ഡിഫറൻസും അത് തന്നെയായിരിക്കും. ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് സിഗ്മ k is equal to 0 to n f of k by n is k square by n square. ആൻഡ് ഞാനിവിടെ എൻ സി കെ എന്നുള്ളതിൻ്റെ വാല്യൂ that is n factorial divided by k factorial into n minus k factorial എന്ന് തന്നെ എഴുതുകയാണ്. x raised to k 1 minus x all raised to n minus k. ഇനി ഇതിൽ ഇത് പ്രൊഡക്റ്റാണ്. n മൈനസ് കെ ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ ഒക്കെയാണ്. അപ്പോൾ അത് ഒന്നത് ഈ കെ സ്ക്വയറും എൻ സ്ക്വയറും ഒക്കെ ഉണ്ട്, അതുമായിട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പാകത്തിന് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഈ കെ സ്ക്വയറിനെ ഇങ്ങനെ മാറ്റി എഴുതുന്നു. ദിസ് ഇസ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to n കെ സ്ക്വയർ ഇസ് കെ ഇൻറ്റു കെ മൈനസ് 1 പ്ലസ് കെ, കെ സ്ക്വയർ മൈനസ് കെ പ്ലസ് കെ എന്നാണ്, ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n minus k factorial x raised to k 1 minus x the all raised to n minus k. അപ്പോൾ ആദ്യത്തെ എന്തോ ഒരു സിംപ്ലിഫിക്കേഷൻ ഞാനിവിടെ ചെയ്തു. അതാണ് കെ സ്ക്വയറിന് ഞാൻ മാറ്റി k ഇൻറ്റു കെ മൈനസ് 1 പ്ലസ് കെ എന്ന് എഴുതി. ഫാക്ടേഴ്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കെ ഇൻറ്റു കെ മൈനസ് 1 പ്ലസ് കെ അല്ലേ. സോ കെ ഇൻറ്റു കെ മൈനസ് 1 ഇൻറ്റു ബാക്കിയെല്ലാം പ്ലസ് കെ ഇൻറ്റു ബാക്കിയെല്ലാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. സമ്മേഷൻ ഉണ്ട്. സോ ഇത് ഇങ്ങനെ മാറും. രണ്ട് സമ്മേഷൻ ആവും. സിഗ്മ കെ വേരിയസ് ഫ്രം 0 to n കെ ഇൻറ്റു കെ മൈനസ് 1 ബൈ എൻ സ്ക്വയർ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു കെ ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു n മൈനസ് കെ, അങ്ങനെ ഒരു ടേം പ്ലസ്
രണ്ടാമത്തത് സിഗ്മ k into ഉള്ള അടുത്ത ടേം. സോ k varies from 0 to n, k into n factorial divided by k factorial into n minus k factorial, and ഇവിടെ താഴെ n square ഉണ്ട്, x raised to k and 1 minus x all raised to n minus k. So that equals ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് k factorial എന്ന് പറഞ്ഞാൽ k into k minus 1 into k minus 2 into k minus 3 into etc. ആണ്. അപ്പോൾ ഈ k ഫാക്ടോറിയലിലുള്ള ആദ്യത്തെ രണ്ട് ടേംസ് ആയ k into k minus 1 അതുമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോയാൽ ബാക്കി ഉണ്ടാകാവുന്നതാണ് സിഗ്മ k varies from 0 to n. k into k minus 1 കട്ട് ചെയ്തു. പിന്നെ അതേപോലെ ഇവിടെ ഒരു n ഉം കട്ട് ചെയ്യാമല്ലോ. സോ n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ ഒരു n ഉണ്ട്, അതവിടെ വെക്കട്ടെ. k ഫാക്ടോറിയൽ മാറിയിട്ട് k മൈനസ് 2 ഫാക്ടോറിയൽ ആവും ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ x റേസ് ടു k 1 മൈനസ് x ഡോൾ റേസ് ടു n മൈനസ് k പ്ലസ് രണ്ടാമത്തേൽ അതേപോലെ k ഫാക്ടോറിയലിൽ ഇവിടെയുള്ള k കട്ട് ചെയ്ത് പോകും. സോ ബാക്കി വരാവുന്ന എന്നും കട്ട് ചെയ്ത് പോയി. സോ n മൈനസ് 1 ഫാക്ടോറിയൽ, താഴെ ഒരു n ഉണ്ട്, k മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു k മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ, ബാക്കിയുള്ള x റേസ് ടു k 1 മൈനസ് x ഡോൾ റേസ് ടു n മൈനസ് k. k വേരീസ് ഫ്രം 0 to n. ഇനി ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം n factorial divided by k factorial into n minus k factorial എന്നുള്ളത് nck ആണ്. അതേപോലെ n minus 1 factorial divided by k minus 1 factorial into again ഇത് n minus k factorial എന്നുള്ളത് nck minus 1 ആണ്. കാരണം nck minus 1 എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ n minus 1 ck minus 1. So n minus 1 factorial divided by k minus 1 factorial into n minus 1 minus k minus 1, 1 കട്ട് ചെയ്തോട്ട് n minus k factorial ആവും. അതുപോലെ n minus 2 factorial divided by k minus 2 factorial into n minus k factorial എന്നുള്ളത് that is n minus 2c k minus 2 ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് n minus 1 factorial ഉണ്ട്. ഈ n minus 1 factorial സെയിം ആസ് n minus 1 into n minus 2 factorial. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു n minus 1 കൂടെ പുറത്തോട്ട് അങ്ങ് എടുക്കുകയാണ്. k ആണ് ഇവിടെ വേരിയേഷൻ. സോ n ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. n minus 1 അവിടുന്ന് ഞാൻ പുറത്തെടുക്കുന്നു. സോ ദാറ്റ് ഈസ് n minus 1 into ഈ താഴത്തെ n ഉം പുറത്തോട്ട് കൊണ്ടുവരുന്നു n. ബാക്കി ഉള്ളിലുണ്ടാവുക സിഗ്മ n minus factorial divided by k minus 2 factorial into n minus k factorial, that is n minus 2 c k minus 2. c എന്നുള്ള രീതിയിൽ ആ നൊട്ടേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും ഒരേ മീനിങ് ആണ്. ഇൻറ്റു x റേസ് ടു k 1 മൈനസ് x ഡോൾ റേസ് ടു n മൈനസ് k. എങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് 2x അങ്ങ് പുറത്തെടുക്കുകയാണ്. സോ എക്സ് സ്ക്വയർ പുറത്തെടുക്കുന്നു. സോ ബാക്കി വരിക x റേസ് ടു k മൈനസ് 2 1 മൈനസ് x ഡോൾ റേസ് ടു n മൈനസ് k. ഇപ്പോൾ ചിലർക്കെങ്കിലും അത് എന്തിന് ഞാൻ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു എന്നുള്ളത് നോക്കണത് ഇവിടോട്ട് നോക്കിയാൽ മതി. ഈ n മൈനസ് 1 ബൈ n ഇസ് 1 മൈനസ് 1 ബൈ n. ദെൻ നമുക്കിവിടെ വേണ്ട ടേമിൽ എക്സ് സ്ക്വയർ ആവേണ്ടത്. സോ എക്സ് സ്ക്വയർ പുറത്തെടുത്തു. അത് കമ്പാരിസൺ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ സ്പ്ലിറ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. ആൻഡ് ബാക്കിയുള്ള പോർഷൻ 1 ആയിരിക്കും. 1 ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് 1 ആയിരിക്കും. ആൻഡ് പ്ലസ് രണ്ടാമത്തെ ടേം ഇതേപോലെ, സോ 1 ബൈ n എക്സ് ആവേണ്ടത്. നമുക്ക് അതേപോലെ നമുക്ക് നോക്കാം. n മൈനസ് 1 ഫാക്ടോറിയൽ, താഴെ k മൈനസ് 1 ഫാക്ടോറിയൽ n മൈനസ് k. സോ ഇത്രയും പോർഷൻ നമ്മൾ എന്തായി മാറി? n മൈനസ് 1 c k മൈനസ് 1 ആയി. ബാക്കിയുള്ളൊരു n അല്ലേ താഴെയുള്ളൂ. സോ 1 ബൈ n സിഗ്മ n മൈനസ് 1 c k മൈനസ് 1 x raised to
k. Again, ഇവിടെ നോക്കൂ ഞാനൊരു x പുറത്തെടുക്കുകയാണ്. So x raised to k minus 1 into 1 minus x the all raised to n minus k. So again ഞാൻ പറയുന്നു ഇത് 1 ആവും, ഇതും 1 ആവും. So we get n minus 1 by n into x square plus 1 by n x. So that is 1 minus 1 by n x square plus 1 by n x. അപ്പോൾ ഇനി അടുത്ത ചോദ്യം അതെങ്ങനെ 1 ആയി എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ അഗെയിൻ കെയുടെ വേരിയേഷൻസ് ഞാൻ എഴുതിയിട്ടില്ല. കെ വേരീസ് ഫ്രം 0 ആവുന്ന സമയത്ത് n minus 2 എന്ന് വരും, അത് ഡിഫൈൻഡ് അല്ല. സോ 2 to n. ആൻഡ് ഇവിടെ കെയുടെ വാല്യൂ 1 to n. കാരണം 0 ആവുന്ന സമയത്ത് എഗെയിൻ വാലിഡ് അല്ല, -1 വരും, അപ്പോൾ അത് പോസിബിൾ അല്ല. ആൻഡ് നമുക്ക് പ്രൂഫ് ഒക്കെ കിട്ടി. ഇനി ആ രണ്ട് വാല്യൂസ് എങ്ങനെയാണ് 1 ആവുന്നതെന്നുള്ളത് നോക്കാം. പി പ്ലസ് ക്യൂ ദ ഓൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ നോക്കുക. പി പ്ലസ് ക്യൂ ദ ഓൾ റേസ് ടു എൻ എസ് സിഗ്മ എൻ സി കെ പി റേസ് ടു കെ and q raised to n minus k. അപ്പോൾ ഇതാണ് notation where k varies from 1 to 0 to n. ഇനി അഥവാ p plus q ൻ്റെ വാല്യൂ 1 ആയാൽ ഇത് മൊത്തം 1 raised to n ആയി, that is 1. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പിയും ക്യൂവും എന്താ, എക്സും 1 minus x ആണ്. നിങ്ങൾ അങ്ങോട്ട് കമ്പാരിസണിലോട്ട് പോകുമ്പോൾ സോ പി പ്ലസ് ക്യൂയുടെ വാല്യൂ എന്താ വരിക, എക്സ് പ്ലസ് 1 minus x, ദാറ്റ് ഇസ് 1. സോ പി പ്ലസ് ക്യൂ ഓൾ റേസ് ടു എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 raised to n ആയി, ദാറ്റ് ഇസ് 1. അപ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് ഏതാവും, 1 ആവും. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന് തന്നെ പിൻ്റെയും ക്യൂവിൻ്റെയും ടേംസിലോട്ട് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്താൽ n minus 1 കെയുടെ വാല്യൂ 1 ആകുമ്പോഴാണ് തുടങ്ങുക. കെയുടെ വാല്യൂ 1 ആകുമ്പോൾ n minus 1 c 0, p raised to 0, so q raised to n minus 1 plus n minus 1 c 1 p into q raised to n minus 2 plus etc. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് n minus 1 c n minus 1 അവിടെ ആയിരിക്കും n ചെയ്യുക. n minus 1 c n minus 1 കറക്റ്റാണ്. കെയുടെ വാല്യൂ n ആകുമ്പോൾ n minus 1, n minus 1 c n minus 1 p raised to n minus 1. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് പി പ്ലസ് ക്യൂ ദ ഓൾ റേസ് ടു n minus 1 ആണ്. പി പ്ലസ് ക്യൂ 1 ആണ്, സോ അതിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1 minus x ദ ഓൾ റേസ് ടു n minus 1. സോ എക്സ് പ്ലസ് 1 minus x is 1, സോ 1 raised to n minus 1 is 1. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ആൻഡ് ദിസ് ഇസ് the summation അല്ലെങ്കിൽ the expansion of x plus p യുടെ വാല്യൂ പ്ലേസിൽ x ആണ്. സോ x plus 1 minus x the all raised to n minus 2 ആ വരിക. അഗൈൻ ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്, 1 raised to n minus 2 is 1 ആണ്. അപ്പോൾ ഈ രണ്ട് പോർഷനും 1 ആയി, നമുക്ക് എളുപ്പം ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആ ഒരു സ്പ്ലിറ്റിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. കെ സ്ക്വയറിന് k ഇൻറ്റു കെ മൈനസ് 1 പ്ലസ് കെ എന്ന് നമ്മൾ എഴുതിയിരുന്നു, രണ്ട് ടേം ആക്കിയിരുന്നു. ആൻഡ് കെയും കെ മൈനസ് 1ഉം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പാറ്റേണിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് കെ ഫാക്ടോറിയൽ ഇസ് എൻ സി കെ. അതേപോലെ n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ കെ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് കെ ഫാക്ടോറിയൽ ഇസ് രണ്ടിലും n മൈനസ് കെ, n മൈനസ് 1 ആയി, കെ മൈനസ് 1 ആയി, സോ n മൈനസ് 1 സി കെ മൈനസ് 1. അതുപോലെ ഇവിടെ n മൈനസ് 2 ഫാക്ടോറിയൽ, താഴെ കെ മൈനസ് 2 ഫാക്ടോറിയൽ, എഗെയിൻ n മൈനസ് കെ, സോ n മൈനസ് 2 സി കെ മൈനസ് 2. അങ്ങനെ ആക്കി എഴുതാം. അങ്ങനെ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഇത് രണ്ടെണ്ണവും 1 ആണ്. ദിസ് ഇസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ദ ഓൾ റേസ് ടു n മൈനസ് 2 ആൻഡ് ദിസ് ഇസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ദ ഓൾ റേസ് ടു n മൈനസ് 1. അതവിടെ അങ്ങനെ തന്നെ എഴുതിയിട്ട് ഫൈനൽ ആൻസറിലോട്ട് പോന്നാൽ മതി. അപ്പോൾ നമ്മളെ പ്രൂഫ് നേരത്തെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ രണ്ട് തിയറംസ്. ഒന്ന് Bernstein's approximation theorem. Let epsilon greater than 0 and f from closed interval 0, 1 to r be continuous. So, ശ്രദ്ധിക്കണം, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ്. Then
നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമുക്ക് അതുമായിട്ട് കണക്ട് ആയിട്ട് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽസ് ഡിഫൈൻ ചെയ്യാം. b1 of x, b2 of x ഇങ്ങനെ പോളിനോമിയൽസ് ഡിഫൈൻ ചെയ്യാം. Let bn denote the nth Bernstein polynomial for f. നമുക്ക് അതിൻ്റെ ജനറൽ എക്സ്പ്രഷനും അറിയാം. സമ്മേഷൻ f of k by n എക്സെട്ര നമുക്ക് ആ എക്സ്പ്രഷൻ അറിയാം. Then there exists an n epsilon. അപ്പോൾ ഈ എപ്സിലോണിന് വളരെ ചെറിയ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് there is an n, ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. അതായത് b1, b2, b3, b4 ഇങ്ങനെയുള്ള പോളിനോമിയൽസ് പോയി കഴിഞ്ഞാൽ there is a natural number n for which that bn of x അല്ലെങ്കിൽ bn epsilon of x അതും ഈ f of x തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവും എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് ഈ നാച്ചുറൽ നമ്പറിനേക്കാൾ വലിയ കേസുകളിലൊക്കെ അപ്പോൾ b1, b2, b3, b4 ഇങ്ങനെ പോയിട്ട് ഒരു bn epsilon വരും. അത് കഴിഞ്ഞ് പിന്നെയും ബെൻസ്റ്റൈൻ പോളിനോമിയൽസ് ഉണ്ട്. ഈ പോളിനോമിയൽസ് ഒക്കെയും f of x തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. where x belongs to closed interval 0, 1. ഫംഗ്ഷൻ ഡിഫൈൻഡ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ആണ്. എല്ലാ എക്സുകൾക്കും ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എല്ലാ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് f of x ഉണ്ട്, ഈ പോളിനോമിയലും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെ ഒരു പോളിനോമിയൽ അല്ല ഉള്ളത്. n എപ്സിലോൺ കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽസ് ഉണ്ടാവും. സോ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഏത് വെച്ച് f of xനെ ഈ പറഞ്ഞ bn epsilon of xകൾ വെച്ച് b1 b2 b3 വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്നല്ല പറഞ്ഞത്. പക്ഷെ ആ കൂട്ടത്തിൽ there are natural numbers for which f of x minus corresponding Bernstein's polynomial is less than epsilon. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ബേൺസ്റ്റൈൻ ഈ f of x ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബേൺസ്റ്റൈൻ പോളിനോമിയൽസ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് തിയറി. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ എങ്ങനെയുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ക്ലോസ് ഇന്റർവൽ 0, 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ. വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം പറയുന്നത് കുറച്ചും കൂടി ജനറൽ ആയിട്ടാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് f is a function from closed interval ഫംഗ്ഷൻ്റെ കേസിൽ മാത്രമേ നമ്മളിത് പറയുന്നുള്ളൂ. Then there exists a polynomial. So polynomial approximation ആണ്. There is a polynomial p epsilon of x which can be taken as an approximation for f of x. So f of x minus ആ p epsilon of x ഏതിനേക്കാൾ ചെറുതാവും, എപ്സിലോണിനേക്കാൾ ചെറുതാവും. അല്ലെങ്കിൽ f of x ഉം ആ പോളിനോമിയലും വളരെ ക്ലോസ് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്തു, ലീനിയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പീസ് വൈസ് ലീനിയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്തു. ഇവിടെ പോളിനോമിയൽസ് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പ്രൂഫിലോട്ട് പോകുന്നില്ല. ദർ ആർ പോളിനോമിയൽസ്. ആ പോളിനോമിയൽസ് നമുക്ക് ഏത് കാറ്റഗറി ഏത് കൂട്ടത്തിൽ പെടുത്താം, ബേൺസ്റ്റൈൻ പോളിനോമിയൽസിൽ പെടുത്താം. പക്ഷേ ബേൺസ്റ്റൈൻ പോളിനോമിയൽ ആകുമ്പോൾ ക്ലോസ് ഇന്റർവൽ 0, 1 മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡിഫൈൻഡ് ഓൺ AB/R ആണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. f of t is equal to f of a plus b minus a t, where t belongs to closed interval 0. t-യുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് f of a വരും. So f of 0 is small f of a, and അതേപോലെ t 1 ആവുന്ന സമയത്ത് നമുക്കിത് f of b എന്ന് വരും. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ് ഇന്റർവൽ 0, 1 ആണ്. സോ ബേൺസ്റ്റൈൻസ് അപ്രോക്സിമേഷൻ തിയറം പറയുന്നത് ഈ ക്യാപിറ്റൽ എഫിനെ നമുക്ക് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ക്യാപിറ്റൽ എഫിനെ ബേൺസ്റ്റൈൻസ് പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാമെങ്കിൽ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് a plus b minus a into t ആണ്. സോ തീർച്ചയായും സ്മോൾ എഫിനെയും എന്ത് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം, കറസ്പോണ്ടിങ് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽസ് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ എന്താ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് പറഞ്ഞത് ക്ലോസ് ഇന്റർവൽ 0, 1 ഫംഗ്ഷൻസിൻ്റെ കേസാണ്. ഇവിടെയാണ് ക്ലോസ് ഇന്റർവൽ എ ബി ആണ്. സോ ഏത് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് മാത്രമല്ല അതിനെ നമുക്ക് പോളിനോമിയൽസ് വെച്ചും അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തീരാണ് ഫസ്റ്റ് മൊഡ്യൂൾ. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അത്തരം ഫംഗ്ഷൻസിന് നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം, പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻസ് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം, ആൻഡ് ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് പ്രത്യേകിച്ച് ബേൺസ്റ്റൈൻസ് പോളിനോമിയൽസ് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം.